പ്രസാദം പ്രമോദം നിൻ പ്രകാശം ജീവനാ നീ താൻ എൻ്റെ ഏകലാക്കും നീ എല്ലാറ്റിലുമല്ല എൻ കർത്താവേ ഞാൻ പിൻചെല്ലും എൻ്റെ രക്തം താൻ ചൊരിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും കൃപയാ ഞാൻ പിൻചെല്ലും. സുഭാഷിതം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറുവിൻ. വാക്ക് ഇൻ വിസ്ഡം ടുവേർഡ് ദോസ് ഹു ആർ ഔട്ട്സൈഡ്, റിഡീമിംഗ് ദ ടൈം. പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതി അവസാനിപ്പിക്കുന്ന ഈ 4-ാം അധ്യായത്തിൽ പ്രാർത്ഥനയുടെ ആന്തരിക ജീവിതവും സാക്ഷ്യത്തിന്റെ ബാഹ്യ ജീവിതവും അന്തിമ ആശംസകളുമാണ് പ്രധാനമായി എഴുതിയിരിക്കുന്നത്. നാം വായിച്ച 5-ാം വാക്യത്തിൽ പുറത്തുള്ളവരോട് നാം എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞിരിക്കുന്നു. പുറത്തുള്ളവരെന്ന് പൗലോസ് അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വാസമില്ലാത്തവരും ദൈവത്തിൽ പ്രത്യാശയില്ലാത്തവരും ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട് ജീവിക്കുന്നവരെയും ആയിരിക്കാം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അവർ അവിശ്വാസികളാണ്, സഭയുടെ അംഗങ്ങളുമല്ല. അവരോടൊപ്പമാണ് വിശ്വാസികളായ വിശുദ്ധ ജനവും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവരുമായി ഇടപഴകേണ്ട ധാരാളം സന്ദർഭങ്ങളുണ്ട്. അവരോട് ജ്ഞാനത്തോടെ പെരുമാറണമെന്ന് പൗലോസ് പറയുന്നു. അതിൻ്റെ അർത്ഥം സമൂഹ ജീവിയായ മനുഷ്യൻ ജ്ഞാനത്തോട് ഇടപഴകുകയും സഹകരിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഞ്ഞാൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നാം എങ്ങനെ പെരുമാറണം? എഫെസ്യർ 5:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. നാം അവിശ്വാസികളോട് ഇടപെടുമ്പോൾ ഇത് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണോ, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കണം. പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം ജ്ഞാനം നൽകുന്നു. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കുമ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കും. സമയം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണ്. അത് വേണ്ടവണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. ചില വിവർത്തനങ്ങളിൽ എല്ലാ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിനെ സേവിക്കുന്നതിൽ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക. നാം അവിശ്വാസികളുമായി ഇടപെടുമ്പോൾ യേശുവിന്റെ സ്നേഹവും ജീവിതവും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സമയം ചിലവഴിക്കേണ്ടതുണ്ട്. നമ്മുടെ സംഭാഷണങ്ങളിൽ കൂടി പ്രവർത്തനങ്ങളിൽ കൂടി അവർ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായാൽ സമയം നാം തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി തീരും. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനും സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പാനും പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. 3-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്വകാര്യ ജീവിതവും പൊതുജീവിതവും ഒരുപോലെ ആയിരുന്നെങ്കിൽ മാത്രമേ അവിശ്വാസികളുടെ ഇടയിൽ നല്ല സാക്ഷ്യം കൊള്ളുവാൻ കഴിയുകയുള്ളൂ. സമയം തക്കത്തിൽ ഉപയോഗിച്ച് ജ്ഞാനത്തോടെ ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you all with these words. പിന്നാലെ വരും ഞാൻ